ചരിത്രപ്രസിദ്ധമായ മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നാനാഭാഗങ്ങളിൽ നിന്നായി എത്തിയ കലവറ ഘോഷയാത്രകളിൽ പങ്കെടുത്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. ഏപ്രിൽ 17 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലാണ് ദേശാധിപത്യ സ്ഥാനം കൂടി അലങ്കരിക്കുന്ന പൗരാണിക പ്രമുഖവും പെരുമകേട്ടതുമായ മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് രണ്ടാം ദിനമായ ശനിയാഴ്ച രാവിലെ വിപുലമായ രീതിയിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തിയത്. മഹോത്സവത്തിന്റെ അന്നദാനം വിഭവസമൃദ്ധമാക്കാനുള്ള ധാന്യങ്ങളും ഫലങ്ങളും പച്ചക്കറികളും എല്ലാമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. രാവിലെ 7:20 മുതൽ 8:20 വരെയുള്ള മുഹൂർത്തത്തിൽ നായരത്തിൻ വീട് തറവാടിൻ്റെയും ബേളൂർ മലൂർ തറവാടിൻ്റെയും നേതൃത്വത്തിൽ കന്നിക്കലവറ നിറച്ചാണ് ചടങ്ങിന് നാന്ദി കുറിച്ചത്. തുടർന്ന് മടിയൻ മാരാർ സഭ, സത്യകഴകം കണ്ണച്ചൻ വീട് മടിയൻ, കോട്ടച്ചേരി കുമ്മണാർക്കളരി ഭഗവതി ക്ഷേത്രം, വെള്ളിക്കോത്ത് തെരുവ് ചൂടിയാർ ഭഗവതി ക്ഷേത്രം, മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം, കല്യാൽമുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, കിഴക്കുങ്കര പള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം, അടോട്ട് മൂത്തേടത്തുകുതിരി പഴയസ്ഥാനം, വെള്ളിക്കോത്ത് വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ്, ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം, കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം, വേലാശ്വരം വ്യാസേശ്വര ശിവക്ഷേത്രം, മധുരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഇടപ്പണി ഭഗവതിക്കാവ്, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും വിശ്വാസികൾ വിഭവങ്ങളുമായി പൊലിമയോടെ കുലം ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നുചേർന്നു. ഇവർക്കെല്ലാം ഉത്സവാഘോഷ കമ്മിറ്റി അന്നദാനവും ഒരുക്കിയിരുന്നു. കലശോത്സവത്തിന്റെ ഭാഗമായി ആദ്യ ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ആചാര്യ വരവേൽപ്പിലും അനേകം ഭക്തർ സംബന്ധിച്ചു. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും എല്ലാം അകമ്പടിയോടെയാണ് മഹോത്സവത്തിൻ്റെ മുഖ്യകർമ്മിയായ തന്ത്രിവര്യൻ ശ്രീധരൻ വാരിക്കാട്ട് തായരെ ക്ഷേത്ര നഗരിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.